ഇപ്പോൾ എൻ്റെ കുടുംബത്തിന്റെ കഥകളാണ്. ഭൗതിക ശരീരം വസതിയിൽ സിത്താരയിൽ, നടക്കാവിലെ സിത്താരയിൽ എത്തിയിരിക്കുന്നു. അവസാനമായി MT ചേതനയേറ്റ ശരീരമായാണ് സിത്താരയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത്. മലയാളി കാണാൻ ആഗ്രഹിക്കാത്ത ഒരു രംഗം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരന്, മലയാളിയുടെ പ്രിയപ്പെട്ട MTക്ക് വിട നൽകേണ്ടി വരികയാണ്. നമുക്ക് മലയാള ഭാഷയെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടം. MT വാസുദേവൻ നായരുടെ ശരീരവും വഹിച്ചുകൊണ്ട് ഇപ്പോൾ ആംബുലൻസ് സിത്താരയിൽ എത്തിയിരിക്കുന്നു. CK വിജയൻ അവിടെയുണ്ട്. CK, വസതിയിൽ ആരൊക്കെയുണ്ട്? MT പൊതുദർശനം സംബന്ധിച്ച് കർശനമായ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് വീട്ടിൽ വെച്ച് മാത്രമേ അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കഴിയുകയുള്ളൂ. എന്താണ് ഇപ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ? ഏതാണ്ട് അത് കർശനമായി തന്നെ പാലിക്കുന്ന ഒരു തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഈ സിത്താരയിൽ നടത്തിയിട്ടുള്ളത്. മാധ്യമപ്രവർത്തകർക്കും വീഡിയോ ക്യാമറകൾ ഉൾപ്പെടെയുള്ളവർക്ക് കർശനമായ നിയന്ത്രണമുണ്ട്. ഈ വീടിൻ്റെ പരിസരത്ത് വരെ മാത്രമേ പാടുള്ളൂ എന്നുണ്ട്. അടുത്ത വീടുകളിൽ പോലും ഇത്തരത്തിൽ ടെറസുകളിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ ക്യാമറ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടി എന്ന് ആ വീട്ടുകാരുൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇതാ മൃതദേഹം ഈ സിതാരയുടെ മുറ്റത്ത് എത്തി. അവിടെ നിന്നും ഇപ്പോൾ ആംബുലൻസിൽ നിന്നും ഇറക്കി ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിനുള്ള സൗകര്യം ചെയ്യുന്നു. ആ വീട്ടിൽ മാത്രമായിരിക്കും ഇപ്പോൾ ആൾക്കാർക്ക് കാണാനുള്ള സൗകര്യം ഉണ്ടാവുക. അതിന് ചുറ്റും മാധ്യമപ്രവർത്തകർ കയറുന്നതിനും അതോടൊപ്പം തന്നെ ചിത്രീകരിക്കുന്നതിനും എല്ലാം തന്നെ വിലക്കുണ്ട്. ഇപ്പോൾ പ്രദീപ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ മൃതദേഹത്തിൽ വാഹനത്തിന് അദ്ദേഹമാണ് ഒപ്പമുണ്ടായത്. അല്പം മുൻപ് മകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ ഇവിടത്തേക്ക് മൃതദേഹം എത്തിച്ചു. ഇനി ഇവിടെയാണ് ആൾക്കാർക്ക് കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയത്. അത് മെയിൻ റോഡിൽ നിന്നും ഏതാണ്ട് ഒരു 200 മീറ്ററോളം നടന്ന് ആ വാഹനം വരുന്ന വഴിയിലൂടെ വന്ന് ഇവിടെ നിന്ന് കണ്ട് തിരിച്ചു പോകാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ അതായത് അത്യാവശ്യമുള്ള എടുക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾക്ക് ക്യാമറകൾക്ക് പ്രവേശനം നൽകുകയും അതിനുശേഷം അവർ പിൻവാങ്ങണം എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആ നിയന്ത്രണം പോലീസിലുൾപ്പെടെ അറിയിക്കുകയും പോലീസ് ഉൾപ്പെടെ ഇവിടെ നിന്ന് ആൾക്കാരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു നിർദ്ദേശം MT തന്നെ എഴുതി വച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അതേപടി തുറന്നോളൂ. വീഡിയോ ക്യാമറകൾക്കും കർശനമായ നിയന്ത്രണമുണ്ട്. MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ അന്ത്യ ചടങ്ങുകളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് പൊതുദർശനം ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു. 2 മണിക്കൂർ നേരം മാത്രമാണ് വീട്ടിൽ കാണാൻ അനുമതിയുള്ളത്. അതുപോലെ തന്നെ വീഡിയോ ക്യാമറകൾക്കും ചിത്രീകരണത്തിനുമൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. മലയാളത്തിൻ്റെ ഏറ്റവും മഹാനായ എഴുത്തുകാരനാണ് വിടവാങ്ങുന്നത്. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ MT സിത്താരയിലേക്ക് അവസാനമായി എത്തിയിരിക്കുന്നു. നാളെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ കോഴിക്കോട് നടക്കുക. നാളെ വൈകുന്നേരം 5 മണിക്ക് ഇപ്പോൾ നടക്കാവ് കൊട്ടാരം റോഡിലുള്ള സിത്താരയിൽ മൃതദേഹം എത്തിയിരിക്കുകയാണ്. ചുരുങ്ങിയ സമയം മാത്രമേ ഇവിടെ പൊതുദർശനം ഉണ്ടാവുകയുള്ളൂ. അതിലും നിയന്ത്രണങ്ങളുണ്ട്. MT അവസാനമായി സിത്താരയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിവൈകാരികമായ നിമിഷങ്ങൾ മലയാളിയെ സംബന്ധിച്ച് എന്ന് പറയാം.